എഴുതി തീരാത്ത ലോകമേ മദീന, എഴുതട്ടെ ഞാനും തിരുസ്നേഹമേ മദീന. തേടും ഞാനെന്നും തേങ്ങലായൻ മോഹം, തെന്നിടാമോ നിൻ മണ്ണിൽ മയങ്ങാനൊരു ഗേഹം. അറിവിന്റെ തെളിച്ചമായി, കരുണയുടെ മഹാസമുദ്രമായി, സ്നേഹത്തിന്റെ ഗീതമായി, മനുഷ്യകുലത്തിൽ നിത്യമാർഗദർശിയായി, അറേബ്യയുടെ മരുഭൂമിയിൽ നിന്നും ലോകത്തിന്റെ ഹൃദയത്തിലേക്ക് സ്നേഹത്തിന്റെയും കരുണയുടെയും സന്ദേശം പരത്തിക്കൊണ്ട് സകല മനുഷ്യർക്കും അനുഗ്രഹമായി ഈ മണ്ണിൽ ഉദയം ചെയ്ത അന്ത്യപ്രവാചകർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനം ലോകമെമ്പാടും കൊണ്ടാടുമ്പോൾ ഏവർക്കും ഹൃദ്യമായ നബിദിനാശംസകൾ. സുഹൃതനിലാതാരം സുരബിലമോ സുമുഖ നബി ത്വാഹ സുഗന്ധിതമോ, സുവർഗത്തിൻ വഴിയോതി അതുമൊഴി സുരലോക റോജാവോ ആ പുഞ്ചിരി. സ്നേഹപ്രപഞ്ചത്തിലെ സുവർണ ശോഭയാലെ വിശ്വാസി മാനസങ്ങളുടെ ഹൃദയ പൊയ്കയിൽ അനുരാഗ മഹാലോകം സൃഷ്ടിച്ച തിരുനബി അന്തിമയങ്ങുന്ന മദീനയിലെ കൊയ്യുകട്ടെ 1000 സ്വലാത്തുകൾ. നിലാവ് പോലും തോൽക്കുന്ന പ്രഭാമയത്താൽ ഇഷ്കിൻ ഇശലലകൾ പ്രകാശം തീർക്കുന്ന ഇസ്ലാമിക മുന്നേറ്റത്തിന്റെ മഹോന്നത ചരിതങ്ങൾക്ക് സാക്ഷിയായ മഹാനഗരം അത് മദീനയാണ്. മാതൃകാപുരിയായ മക്കയേക്കാൾ മഹത്വമുള്ള അർശും കുർസും കഅബയും മസ്ജിദുൽ അഖ്സയുമെല്ലാം ശ്രേഷ്ഠതയിൽ പുറകിൽ നിൽക്കുന്ന മുത്തുനബിയുടെ തിരുജസദുൾക്കൊണ്ട സ്നേഹഭൂമിക അത് മദീനയാണ്. ഇരുളുവീണ മരുപ്പറമ്പിൽ ഇറയവന്റെ പൊരുളുമായി, ഇരുളുവീണ മരുപ്പറമ്പിൽ ഇറയവന്റെ പൊരുളുമായി, ഉദിച്ചുയർന്ന വർണ്ണവിളക്കാണെന്റെ തൊഹ, ഉദിച്ചുയർന്ന വർണ്ണവിളക്കാണെന്റെ തൊഹ. അഖില ലോകർക്കും അനുഗ്രഹ തിങ്കളായി അധർമ്മധ്വനികളെ അമർച്ച ചെയ്ത അധരമന്ത്രങ്ങളുമായി അരുതായ്മകളെ അതിജയിച്ച അന്ത്യപ്രവാചകർ അഷ്റഫുൽ ഹൽക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കളങ്കരഹിതമായ കർമ്മവിശുദ്ധി കൊണ്ട് കാലാന്തരങ്ങളെ കമനീയമാക്കിയ കാൽപ്പാടുകൾ തീർത്ത കാരുണ്യനിധി, സർവേശ്വരന്റെ സകല സൃഷ്ടികളിലും ശ്രേഷ്ഠരായി സത്യമതത്തിന്റെ സൗഭാഗ്യ സൗരഭ്യമായി സർവരിലും സ്നേഹ സുഹൃതം സന്നിവേശിപ്പിച്ച സിറാജുൽ മുനീർ. ആകാശഭൂമി സൗന്ദര്യം കാണേണ്ടെനിക്ക്, ആലത്തിൻ സബബോരെ കണ്ടാൽ മതിയേ. അഖിലാണ്ട ലോക സഞ്ചാരിയാവേണ്ടെനിക്ക്, ആറ്റൽ റൗളയിൽ ഇരുന്നാൽ മതിയേ. ആലമിലെത്ര അത്ഭുതങ്ങൾ കണ്ടുവെങ്കിലൊന്നും ആ തിരുമണ്ണിനോളം സുന്ദരമല്ല. മദീനയുടെ നിലാവാണ്, ഭൂമിയുടെ ക്ഷമയാണ്, മാനത്തിന്റെ വിശാലതയാണ്, ആമിന ബീവിയുടെ മുത്തുമോനാണ്, ഖദീജ ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവാണ്, ഫാത്തിമ ബീവിയുടെ പ്രിയ പിതാവാണ്, ഹസൻ ഹുസൈനാരുടെ പ്രിയപ്പെട്ട പിതാമഹനാണ്, സൈദിന്റെ പ്രിയപ്പെട്ട യജമാനനാണ്, ലോകത്തിന്റെ മുഴുവൻ അധ്യാപകനാണ്, പ്രപഞ്ചത്തിന്റെ മുഴുവൻ അഭ്യുദയകാംക്ഷിയാണ്, മാനവകുലത്തിന്റെ കുലഗുരുവാണ്, പാപികളുടെ രക്ഷകനാണ്, പാവപ്പെട്ടവന്റെ കാവൽക്കാരനാണ്, സ്ത്രീവർഗത്തിന്റെ വിമോചകനാണ്, തൊഴിലാളി വർഗത്തിന്റെ ഉദ്ധാന നായകനാണ്, വസന്തത്തിന്റെ സുഗന്ധമാണ് പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിഹാസ പുകഴ്ത്തരുളേയാ സയ്യിദി, ഇടനെഞ്ചകമിൽ തെളിയും നൂറേ നബി, മനസ്സുകളുരുവിട്ട പ്രിയനാമമേ, മധുരിത പ്രണയത്തിൻ കേദാരമേ. പ്രണയിനികൾ കാവ്യകവനം തീർത്ത ഇഷ്ക് പൂത്ത നഗരം, ഇഷ്കിന്റെ നിലാമഴ തുഷാരഹർഷം തൂകിയ നഗരമേ മദീന. പ്രണയത്തിന്റെ രാക്കുയിൽ ഇമാം ഷറഫുദ്ദീൻ ബുസൂരി ബുർദയുടെ വരികളിൽ ചേർത്തുവെച്ച, അബൂബക്കറിൽ ബഗ്ദാദി വിതിരിയയിൽ ഒളിപ്പിച്ച, ഉമറുൽ ഖാഹിരി അല്ലഫൽ അലിഫിൽ നിറച്ച, സർ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ കാവ്യകവനം തീർത്ത പ്രണയത്തിന്റെ രാജകുമാരൻ വെളിയംകോട് ഉമർ ഖാലി യാ
അക്രമൽ ഖുറമയിൽ ഇഷ്കിന്റെ കണ്ണീർ തൂകിയ നഗരിയാണ് മദീന. ആ മദീനയിലേക്കൊരിക്കലെങ്കിലും അണയാൻ കൊതിക്കാത്തവർ ആരുണ്ട് ഈ ആശിഖീങ്ങളിൽ? മരിക്കുന്ന മുമ്പെങ്കിലും അവിടെ ഒന്നണയാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേയാ അല്ലാ. ഹബീബ് ഉറങ്ങുന്ന ആ പുണ്യമണ്ണിലേക്കൊഴുകട്ടെ 1000 സലാം. മദീന മണ്ണിന് മുത്തമിടുന്നൊരു മീസാൻ കല്ല്, മുത്ത് ഹബീബിൻ മധുഹുമുരത്തി തഴുകി വരും കാറ്റ്. മൗത്ത് മദീനയിലായവരന്തിയുറങ്ങും ഹാല്, മുത്ത് നടന്ന മദീന മണൽ തരി മുത്തമിടും ചേല്. കരുണയാണ്, കാരുണ്യമാണ്, കരുതലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹമാണ്, സമാധാനമാണ്, സൗമ്യതയാണ്, സൗന്ദര്യമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രകാശമാണ്, പ്രണയമാണ്, പ്രാർത്ഥനയാണ്, പ്രചോദനമാണ് ഹബീബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്മയാണ്, നിധിയാണ്, നവോത്ഥാനമാണ്, നയമാണ് പ്രിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാധുര്യമാണ്, മഹത്വമാണ്, മാതൃകയാണ്, മാനവികതയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസമാണ്, വിജ്ഞാനമാണ്, വിജയമാണ്, വിശുദ്ധിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആശയാണ്, ആശ്രയമാണ്, ആശ്വാസമാണ് ഹബീബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനം ലോകം കൊണ്ടാടുമ്പോൾ ഏവർക്കും ഹൃദ്യമായ നബിദിനാശംസകൾ. ഇരുജഗത്തിൽ അനുഗ്രഹത്തിൻ വെളിച്ചമായി ജ്വലിച്ചു നിൽക്കും, ഇരുജഗത്തിൽ അനുഗ്രഹത്തിൻ വെളിച്ചമായി ജ്വലിച്ചു നിൽക്കും. തിരിശമൂറും പരിശുദ്ധരാണെന്റെ ത്വഹ, തിരിശമൂറും പരിശുദ്ധരാണെന്റെ ത്വഹ. രാമനവം ജപിക്കുന്ന ഹൈന്ദവനും ഉണ്ണിയേശുവിനെ മുട്ടുകുത്തി വണങ്ങുന്ന ക്രൈസ്തവനും ഇലാഹി മന്ത്രമോതുന്ന മുസൽമാനും തുടങ്ങി ഭൂമി ലോകത്തുയിർക്കൊണ്ട മനുഷ്യ മക്കൾക്കെല്ലാം തുല്യത പഠിപ്പിച്ച ലോക ചരിത്രത്തിലെ അത്യുന്നതനായ മനുഷ്യസ്നേഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനം ലോകമെമ്പാടും കൊണ്ടാടുമ്പോൾ ഏവർക്കും ഹൃദ്യമായ നബിദിനാശംസകൾ. അവസാനയാത്രതൻ ഉടവ ചുറ്റും അരികിലായി തകലീലിൻ ധ്വനി മുഴങ്ങും. ആറുകാലുള്ളൊരാ മണിമഞ്ചലിലേറ്റും മയ്യത്തെന്നു നിന്റെ പേര് മാറ്റും. സർവസ്നേഹ സൗഹാർദ്ദത്തിന്റെ സൗരഭ്യ പൊലിമയായ സയ്യിദുൽ അംബിയ സാഹിത്യ കാവ്യ പടുക്കളുടെ മുമ്പിൽ സാരസമ്പൂർണമായ ഖുർആൻ വചനമോദി സത്യദീനിലേക്ക് കൈപിടിച്ചാനയിച്ച സത്യാദർശ സംഹിതകളുടെ നിത്യസുഹൃത സൗരഭ്യം തീർത്ത സ്നേഹദൂതർ സാംസ്കാരികവും ധാർമ്മികവുമായി സമൂഹത്തെ സംസ്കരിച്ചെടുത്ത് സത്യസുഗന്ധം ഹൃദയങ്ങളിൽ പരത്തിയ സമാധാനത്തിന്റെ സാഹോദര്യത്തിന്റെ സൽപാന്താവിലേക്ക് കൈപിടിച്ചാനയിച്ച സത്യദീപം, സഹനസ്തൂപം, സത്യനബി സയ്യിദുന വസനദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനം ലോകമെമ്പാടും കൊണ്ടാടുമ്പോൾ ഏവർക്കും ഹൃദ്യമായ നബിദിനാശംസകൾ. അംബിയ മുമ്പരെല്ലാരും ഇമ്പം എമ്പാടും നൽകിയ രാജ, അംബിയ മുമ്പരെല്ലാരും ഇമ്പം എമ്പാടും നൽകിയ രാജ. അമ്പിളിപ്പോലുലകാകെ, അമ്പിളിപ്പോലുലകാകെ, അമ്പിളിപ്പോലുലകാകെ തെളിഞ്ഞമ്പവൻ്റെ ആദര റോജ, അമ്പിളിപ്പോലുലകാകെ തെളിഞ്ഞമ്പവൻ്റെ ആദര റോജ. വെയിലിന് കനം കൂടിയ ഒരു പകൽ, മുത്തുനബിയുടെ പനയോലമേഞ്ഞ കുടിലിന്റെ വാതിലിനൊരു മുട്ട്. അതാ മുന്നിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സയ്യിദ് അവർ ചോദിച്ചു, എന്ത് പറ്റി സിദ്ദീഖ്? പതിഞ്ഞ സ്വരത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, കാണാൻ തോന്നുന്നു തങ്ങളെ, കാണാതിരുന്നാൽ ഈമാൻ കുറഞ്ഞെങ്കിലോ, പേടി തോന്നുന്നു തങ്ങളെ എന്ന് പറഞ്ഞ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ അത്രമേൽ പുണ്യ ഹബീബിനെ സ്നേഹിച്ചവർ എത്രയെത്ര പേർ. ആ
പ്രണയസാഗരക്കരയിലെ ഒരു മണൽത്തരിയെങ്കിലും ആവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എത്ര ഭാഗ്യവാന്മാർ യാ റസൂലല്ലാഹ്. പാപികളെങ്കിലും ഹബീബിനോടുള്ള ഇഷ്ക് ഞങ്ങളുടെ ഹൃദയത്തിലും ചേർക്കണം യാ അല്ലാഹ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. പരിഹാരമേതിന്നും ആസന്നിധി പനിമതി പോൽ കത്തും ആറ്റൽ നിധി. അവരുടെ ഇഷ്ടത്തിൽ ലയിച്ചിടണം, അവരെ സ്വലാത്താലേ അലിഞ്ഞിടണം. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരശുതം പാപികൾ പരിലസിക്കുന്ന പാതി വഴിയിൽ പാവയെ നഷ്ടപ്പെട്ട പതികനെ പോലെ സത്യാസത്യ വിവേചനത്തിന് കൊതിക്കുന്ന ഒരു സമൂഹത്തിനെ പകരം വെക്കാനില്ലാത്ത പരിശുദ്ധതയുടെ പവിത്ര മാതൃകകളാക്കി അസ്വഹാബിഖൻ നുജൂം എന്ന് പ്രഖ്യാപിച്ച് മക്കയുടെ മടിത്തട്ടിൽ ഖുറൈശികളുടെ ലാളനയിൽ വളർന്ന് ലോക ചരിത്രം തങ്കലിപികളിൽ ആലേഖനം ചെയ്ത അറേബ്യയുടെ പരിവർത്തനത്തിന്റെ ചരിത്ര ചിത്രങ്ങൾ ലോകത്തിനു മുമ്പിൽ തുറന്നുകാട്ടിയ പുണ്യപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്മദിൻ നൂറിലാണ് അഖിലമഴകും അഹദിൻ അജബും അഹദിൻ റിളയിലുള്ള സിർറും നീനില. അങ്ങ് മയങ്ങും മണ്ണല്ലേ സുവർഗം, അവിടം അടർന്നാൽ സൗഭാഗ്യം. അങ്ങ് മയങ്ങും മണ്ണല്ലേ സുവർഗം, അവിടം അടർന്നാൽ സൗഭാഗ്യം. മക്കയുടെ സൈകത ഭൂമികയിൽ എതിർക്കനൽ നാളങ്ങൾക്കിടയിലും പ്രബോധനവും പ്രായോഗികതയും പരിശുദ്ധ ദീനിനു വേണ്ടി പരീക്ഷിച്ച വിശ്വപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർപ്പിന്റെ സ്വരങ്ങളും ഭീഷണിയുടെ മുഴക്കങ്ങളും നുബൂവത്തിന്റെ ഘാതകങ്ങളിൽ മുഴങ്ങിക്കേട്ടപ്പോഴും ജബൽ ഖുബൈസിന്റെ ചെരുവിലിരുന്ന് ദീനിന്റെ ദൂതോദിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോർവിളികളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും പരിചയിച്ച രാഷ്ട്ര സംസ്ഥാപനത്തിൽ നിന്നും വിഭിന്നമായി രക്തച്ചൊരിച്ചിലുകളെയും ആയുധ ചിലമ്പലുകളുടെ അട്ടഹാസങ്ങളെയും അന്യം നിർത്തി പക്വമായ സംസ്കാരത്തിന്റെ തറവാട്ടുമുറ്റമായി മദീന എന്ന പ്രവിശാല രാഷ്ട്രം പണിത കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജന്നത്തിൻ പോരിശ പാടി, ജന്നത്തിൻ പോരിശ പാടി, ജന്നത്തിൻ പോരിശ പാടി, ജഹന്നത്തെ തടുക്കാൻ മുന്നേറി. ജന്നത്തിൻ പോരിശ പാടി, ജഹന്നത്തെ തടുക്കാൻ മുന്നേറി. ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവരാണോ നമ്മൾ? മദീനയെ ഓർക്കുമ്പോൾ ഹൃദയം അവിടം കൊതിക്കാത്തവരാണോ നമ്മൾ? സുന്നത്ത് പാലിക്കുമ്പോൾ ആത്മാവിന് ആനന്ദം കണ്ടെത്താൻ കഴിയാത്തവരാണോ നമ്മൾ? മതവും ജാതിയും വർണ്ണവും വർഗവും നോക്കാതെ മനുഷ്യരോട് കരുണയും സാഹോദര്യവും കാണിക്കാൻ കഴിയാത്തവരാണോ നമ്മൾ? എങ്കിൽ നമ്മളെന്ത് പ്രവാചക പ്രേമികളാണ്? അങ്ങനെയെങ്കിൽ നമ്മളെങ്ങനെ പ്രവാചകാനുരാഗികളാവും? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച പ്രവാചകർ, അയൽവാസി ഇതര മതസ്ഥനാണെങ്കിലും പ്രയാസപ്പെടുത്തരുതേ എന്ന് പഠിപ്പിച്ച പ്രവാചകർ, മാതാവിന്റെ കാൽ ചുവട്ടിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച പ്രവാചകർ, സർവ്വലോകർക്കും അനുഗ്രഹമായി ഈ മണ്ണിൽ ഉദയം ചെയ്ത വിശ്വപ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മലരിന്നെ പുൽകില്ല, അതിമോഹിയാ ഞാനീ പാടുന്ന വരികളിലും അകതാരി നിഷ്ഠ നിറഞ്ഞതില്ല. എങ്കിലും എൻ്റെ നാമമാ സുവർഗ മണ്ണിലൊന്ന് എഴുതിടും ഒരു ദിനത്തിലായി വെമ്പല. അപരിഷ്കൃതത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും അഗാധകൂപത്തിൽ ആണ്ടുകിടന്ന അറബികളെ ധാർമ്മികമായും ആധ്യാത്മികമായും ഉന്നത സ്ഥാനത്തേക്കുയർത്തിയ വിശ്വവിമോചകൻ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഹബീബ് വഫാത്തായി എന്ന് പറയുന്നവർ ആരുണ്ടടോ? എങ്കിൽ അവനെ ഞാൻ എന്റെ വാളിന് ഇരയാക്കുമെന്ന് പറഞ്ഞ് പ്രവാചകന്റെ വഫാത്ത് പോലും വിശ്വസിക്കാൻ കഴിയാതിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ സമ്പാദ്യ
സമ്പാദ്യം മുഴുവൻ ദീനിനു വേണ്ടി സമർപ്പിച്ചവർ, സൗറിൽ സ്വന്തം ജീവൻ പോലും നോക്കാതെ ഹബീബിനെ സംരക്ഷിച്ചവർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിടവാങ്ങിയപ്പോൾ ഉമ്മത്തിനെ മഹത്തായ പരിശുദ്ധ ഖുർആനിക വാക്യം ഉച്ചരിച്ചുകൊണ്ട് സമാധാനിപ്പിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ പുണ്യപ്രവാചകരെ പ്രണയിച്ച് ഹൃത്തടത്തിൽ ചേർത്തവർ എത്രയെത്ര പേർ. ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞതില്ല, സ്വപ്നത്തിലും സ്വർഗത്തിലും കാണുന്നവരിൽ ഈ പാപികളായ ഞങ്ങളെയും ചേർക്കണേ അല്ലാ.